പ്രിയമുള്ളവരെ, നമസ്കാരം. ഞാനിന്ന് അതീവ ഗൗരവമായിട്ടുള്ള ഒരു വിഷയവുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. പലപ്പോഴും ഞാൻ രാഷ്ട്രീയപരമായിട്ടും മറ്റുമുള്ള കാര്യങ്ങളാണ് കൂടുതലായി ചർച്ച ചെയ്യുന്നത്. ഇന്ന് നമുക്ക് വളരെ നമ്മുടെ നാടിന്, നമ്മളെ കേരളത്തിന് അപമാനകരമായിട്ടുള്ള ഒരു വലിയൊരു വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. അത് വേറൊന്നുമല്ല, അത് ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഞാൻ കെ.എം. ഷംഷീർ. എൻ്റെ നാട് ചെമ്മന്തൊട്ടി. ചെമ്മന്തൊട്ടി നാട്ടിൽ താമസിക്കുന്ന ഒരു പാവപ്പെട്ട ഒരു യുവതിയുടെ കാര്യം നിങ്ങളെ അറിയിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത്. ഒരു ഗാർഹിക പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാവപ്പെട്ട യുവതിയുടെ കാര്യം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. നമ്മുടെ ചെമ്മന്തൊട്ടി നാട്ടിൽ നിന്നും പത്തനംതിട്ട ജില്ലയിലേക്ക് കല്യാണം കഴിച്ച് കൊണ്ടുപോയി അവിടുത്തെ ഭർതൃഗൃഹത്തിൽ ഈ ഭർത്താവിൻ്റെ മാതാവും പെങ്ങളും ആ കുട്ടിയെ വല്ലാതെ ഉപദ്രവിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പം നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ളത്. അതീവ ഗൗരവമേറിയ വിഷയമാണ്. ഭക്ഷണം കൊടുക്കാതെ റൂമിൽ പൂട്ടിയിട്ട് അടിച്ച് ചതച്ച് റൂമിലിട്ടിട്ടാണ് ഉള്ളത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ആ കൊച്ചിന് 4 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയെയും വല്ലാതെ ക്രൂരമായിട്ട് മർദ്ദിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇത് ജസ്റ്റ് ഒരു ലൈക്ക് മാത്രം പോരാ, ഇത് ഷെയർ ചെയ്യണം. നമ്മുടെ കേരളം മൊത്തം ഇതെത്തണം. ഇതിനെതിരെ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്നിട്ടും അവരെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അവർക്ക് പിടിപാടുണ്ട്. അവർ പൈസയുള്ള ടീമാണ്. സാമ്പത്തികമായി ഉന്നതിയിൽ നിൽക്കുന്ന ഒരു കുടുംബമാണ് ഈ ഭർത്താവിൻ്റെ വീട്. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാവിധ ഇതിൻ്റെ നിയമവ്യവസ്ഥ എന്നുള്ള സഹായങ്ങൾ ഈ പൈസ കൊടുത്ത് അവർ നേടിയെടുക്കുന്നു എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. നിലവിൽ ആ വീട്ടിൽ ഉമ്മയും, അതായത് ഈ മാതാവും പെങ്ങളുമാണുള്ളത്. ഈ ഒരു സ്വത്ത് പ്രശ്നം തന്നെയാണ്. അതായത് ഈ ഭർത്താവിൻ്റെ പേരിലുള്ള സ്വത്ത് അത് ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു പെങ്ങളും ഉമ്മയും ഈ ഭാര്യ വന്നു കഴിഞ്ഞതിന് ശേഷം, മക്കളായതിനു ശേഷം ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഒരു പേടിയിൽ ഇവരെ പതുക്കെ ഈ ഹസ്ബൻഡുമായിട്ട് തെറ്റിച്ച് ഇവരുടെ അടുത്ത് നിന്ന് ആ സ്വത്ത് വാങ്ങിയെടുത്തതിന് ശേഷം ഈ പെണ്ണിന്, അതായത് എൻ്റെ ഈ നാട്ടുകാരിയെ ഒഴിവാക്കാനുള്ള കോൺവെർസേഷൻ കൊടുത്ത് 1-2 ലക്ഷം കൊടുത്ത് ഒഴിവാക്കാനുള്ള ഒരു നടപടിയുമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത്. ലേറ്റ് മാരേജ് ആയിരുന്നു. അദ്ദേഹത്തിന് 55-56 വയസ്സുള്ളപ്പോഴങ്ങനാണ് ഈ കുട്ടിയെ പുനർവിവാഹം നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പുനർവിവാഹമാണ്. അപ്പം അങ്ങനെ ഒരു കുട്ടികളുണ്ടായി. ഇവർക്ക് കുട്ടികളുണ്ടാവും എന്നുള്ള ആ ഒരു പ്രതീക്ഷ, അതായത് ഈ ഭർത്താവിൻ്റെ മാതാവിനും പെങ്ങൾക്കും ഇദ്ദേഹത്തിന് ഇനിയൊരു കുട്ടികളുണ്ടാവും എന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു, ഉണ്ടാവില്ല എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു അദ്ദേഹത്തെ രണ്ടാമത് പുനർവിവാഹം കഴിപ്പിച്ചു വിട്ടത്. കുട്ടിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഈ സ്വത്തുകളെല്ലാം ഈ കുട്ടിക്ക് കൊടുക്കേണ്ട ഒരവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് ഇവരുടെ ഒരു പ്ലാനിങ് ആയിരുന്നു ഈ കെട്ടിയവനുമായിട്ട് ഇവരെ അകറ്റി നിർത്തുക, പ്രശ്നമുണ്ടാക്കുക, അങ്ങനെ ഇവരുമായി തെറ്റിച്ച് കോൺവെർസേഷൻ കൊടുത്ത് 1-2 ലക്ഷം കൊടുത്ത് സെറ്റിൽമെൻറ്റ് ചെയ്ത് വീട്ടിലേക്ക് പറഞ്ഞു വിടാനുള്ള ഒരു ഐഡിയ പ്രകാരമായിട്ടുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്. ഇതിനെതിരെ ഇത് പോലീസിൽ ഈ യുവതി പരാതിപ്പെടുമ്പോൾ യുവതിക്ക് മാനസിക രോഗമാണെന്ന് പറഞ്ഞുകൊണ്ട് അതായത് ഈ പോലീസുകാരെയൊക്കെ അവർ മനസ്സിലാക്കി വെപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇവർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഭക്ഷണം ഉണ്ടാക്കുന്നത് ഈ പെങ്ങളും ഉമ്മയും ഈ ഭക്ഷണം ഉണ്ടാക്കുന്നതെടുത്ത് പുറത്ത് കളയുന്നു. ഇവർക്ക് വേണ്ടി മാത്രം ഭക്ഷണം ഉണ്ടാക്കുന്നു. ഈ കുഞ്ഞിനും അമ്മയ്ക്കും ഭക്ഷണം കൊടുക്കാതെ റൂമിൽ പൂട്ടിയിടുന്നു. അങ്ങനെ മാനസികമായി പീഡിപ്പിച്ച്, ശാരീരികമായും പീഡിപ്പിച്ച് അവശതയായി റൂമിൽ കിടക്കുകയാണ്. ആ യുവതിയുടെ ഒരു വോയിസ് ക്ലിപ്പും അതുപോലെ ഈ കൊച്ചിനെയും അടക്കം മറിച്ചതിൻ്റെ ഫോട്ടോയും ഞാൻ ഈ വീഡിയോയുടെ കൂടെ അയക്കുന്നുണ്ട്. നമ്മൾ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഒരു ജുഡീഷ്യറി തന്നെയാണ് എൻ്റെ അഭിപ്രായത്തിൽ. ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ ഇതുപോലെ എല്ലാ പ്രവർത്തനങ്ങളും, ഇതേപോലെയുള്ള എല്ലാ കൊള്ളരുതായ്മകളും പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിയമത്തിൻ്റെ മുന്നിൽ എത്തിക്കുവാൻ ഏറ്റവും നല്ല ഉപാധിയായി കാണുന്ന ഒരു സംഭവമായിട്ടാണ് ഞാൻ ഈ സോഷ്യൽ മീഡിയ കാണുന്നത്. നമ്മുടെ കോടതിയും ഇത് തന്നെയാണ് എന്നാണ് എൻ്റെ ഉദ്ദേശം. അതുപോലെ തന്നെ ഈ ഒരു കേസ് നിങ്ങൾ കാണുമ്പോൾ, ഈ ഒരു വീഡിയോ നിങ്ങൾ കേൾക്കുമ്പോൾ ഇത് ഷെയർ ചെയ്ത് ജനങ്ങളിലേക്ക് എത്തണം. ഇത് നമ്മുടെ കേരള നാട് മൊത്തം എത്തണം. ഇത് ഷെയർ ചെയ്ത് ആ യുവതിയെയും കുടുംബത്തിനെയും നമുക്ക് രക്ഷിച്ചു കൊണ്ടുവരണം. ആ നരാധിപൻ എന്താ പറയുന്നത്, അവനാണ് ഈ കുട്ടിയെ
പിന്നെ വടികൊണ്ടടിച്ച് ചുണ്ട് പൊട്ടിയതിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ ഇതിൻ്റെ കൂടെ ലോഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഒരു വോയിസും. നമ്മളിനിപ്പോൾ ഈ കേരളം കേൾക്കാൻ പോകുന്നൊരു വാർത്ത എന്ന് പറഞ്ഞാൽ ഒരു അമ്മയും കുഞ്ഞും കുളത്തിൽ ചാടി മരിച്ചു എന്നുള്ളൊരു വാർത്ത അടുത്ത ദിവസം തന്നെ കേൾക്കാൻ വേണ്ടി പോവുകയാണ്. കാരണം ആ സ്ഥിതിയിലേക്കാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവരെ രക്ഷിച്ചില്ല എങ്കിൽ നമ്മൾ ആ വാർത്ത കേൾക്കാൻ ഇടവരും. അതിനിടെ വരുത്തിക്കരുത്. ഈ വാർത്ത എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം. കേരളം നാടറിയണം. അതുപോലെ തന്നെ ഇന്ത്യ ഒട്ടുക്കും അറിയണം. ഇതുപോലുള്ള ഒരു പ്രവർത്തനം ഇനി നമ്മുടെ നാട്ടിലുണ്ടാവാൻ പാടില്ല. സ്ത്രീ ശാക്തീകരണം, സ്ത്രീ സംരക്ഷണം എന്നൊക്കെ പറഞ്ഞിട്ട് ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന നിയമവ്യവസ്ഥ തന്നെയാണ്. പക്ഷേ എന്നിട്ടും സ്ത്രീകൾ സുരക്ഷിതരാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് ജൂൺ 15 സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് യാത്ര ചെയ്യാനുള്ള സൗകര്യം വരെ ഉണ്ടാക്കി കൊടുത്ത സർക്കാരാണ്. എന്നിട്ടും ഒന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. സ്ത്രീ സുരക്ഷിതയാണോ എന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ വാർത്ത കാണുമ്പോൾ എല്ലാവരും ഷെയർ ചെയ്ത് എല്ലാവരിലേക്ക് എത്തിക്കണം. ഇത് നമ്മുടെ മുഖ്യമന്ത്രി അറിയണം, സതീശൻ അറിയണം. എന്നിട്ട് ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു നടപടി ഇനി ഒരു കംപ്ലൈൻ്റ് ഇല്ലാതെ ഇത് പൊതുവായിട്ടുള്ള ഒരു കേസായി ഏറ്റെടുത്ത് അദ്ദേഹത്തിനെതിരെ, അതായത് ഈ യുവതിയുടെ ഭർത്താവിനെതിരെയും അവൾ മാതാവിനെതിരെയും ആ പെങ്ങൾക്കെതിരെയും കേസെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ അടുത്ത വീഡിയോയിലും അവരെ പറ്റിയുള്ള ഫുള്ള് അഡ്രസ്സ് അടക്കമുള്ള വീഡിയോ ഉണ്ടാകും. അതിനിടയ്ക്ക് ഈ പ്രശ്നം തീരണം. 10 ദിവസം കൊണ്ട് ആ യുവതി മരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ഉത്തരവാദിത്വം ഈ ഭർത്താവും പെങ്ങളും ഉമ്മയുമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇതിന് ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, ഇത് ഷെയർ ചെയ്യണം. ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കണം. നന്ദി. മമ്മിയെങ്കിലും ഒന്ന് വാ മമ്മി, എനിക്ക് വയ്യ ഇവിടെ. എന്നെ എല്ലാവരും അടിച്ചു കൊന്നു, എന്നെ കുഞ്ഞിനെ അടിച്ചു കൊന്നു, എല്ലാവരും കൂടെ ഭക്ഷണവും തരാതെ.